ഹായ്, സുഖല്ലേ? ഞാൻ അത്ര സുഖമുള്ള ന്യൂസൊന്നല്ല പറയുന്നത്. നിങ്ങൾ കണ്ടു കാണും, കണ്ണൂർ വളപട്ടണത്തിൽ റിസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. 2 ദിവസമായിട്ട് അതിൻ്റെ ന്യൂസ് തന്നെയാണ് ഇന്നും ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നത്. അതായത് കല്യാണപ്രായം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 2026 ജൂൺ 8 തീയതിയാണ് റിസനെ ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, അന്ന് തൊട്ട് ഇവൻ ലഹരിക്ക് അടിമയായിട്ട് നന്നായി ഉപദ്രവിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എന്താ അറിയോ? മക്കളെ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർത്തണം എന്നുള്ളത്. അതൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ ചില മക്കൾ അത് ഹൃദയത്തിൽ അങ്ങോട്ട് ആഴത്തിലിറങ്ങും. അപ്പോൾ ഈ മരിച്ച റിസ എന്ന് പറഞ്ഞ പെൺകുട്ടി അതിൻ്റെ സ്വഭാവ രീതിയും അത് ഇത്രയും കാലം സഹിച്ചതും ഒക്കെ എല്ലാം പാടെ ഒന്ന് കണക്ക് കൂട്ടിയാൽ നമുക്കതിന് കിട്ടുന്ന ഉത്തരം എന്താന്ന് ചോദിച്ചാൽ, ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ അവൻ്റെ തമ്മാടിത്തരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയത്. കാരണം അത്രയും സഹിച്ചിട്ടും ആ കുട്ടി ആ വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറയാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മയും വാപ്പയും ഇതിൻ്റെ പേരിൽ വിഷമിക്കുമല്ലോ, നാളെ എന്നെ കുറിച്ചിട്ട് അവർ കരയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത്രയും കാലം ഇത് ഹൈഡ് ചെയ്ത് വെച്ചതെന്നാണ് ഈ റിസനെ മറ്റുള്ള കൂട്ടുകാരികളോടും കുടുംബത്തിലുള്ളവരോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ മരണത്തിൻ്റെ തീരുമാനം എടുത്ത സമയത്ത് പോലും ഈ റിസക്ക് സങ്കടം ഉണ്ടായിരുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ ഉമ്മയും വാപ്പിയും ഈ കരയുന്നത് ഞാൻ എങ്ങനെ സഹിക്കും, ഞാനതെങ്ങനെ നേരിടും എന്ന് പോലും ചിന്തിച്ചിട്ട് മരണം പോലും നീട്ടിവെച്ച ഒരു പെൺകുട്ടിയാണ്. ഇത്ര നല്ലൊരു പെൺകുട്ടിയാണ് അവന് അതിൻ്റെ വാല്യൂ എന്താണ്, വില എന്താണെന്നറിയാതെ നിസാരമാക്കി കളഞ്ഞത്. എപ്പോഴും നമ്മൾ അതായത് പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് പറയുന്നത്, സ്വത്തും ഡബ്ബർ തോട്ടവും വലിയ വീടും ഒക്കെ കാണുമ്പോൾ ഇതൊന്നും നമുക്കില്ല, അപ്പം ഇനി അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെൺമക്കൾക്ക് കണ്ടെത്തുന്ന പല കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു 2 മാസം 3 മാസം ഓക്കെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവരുടെ തനി സ്വഭാവം ഇവർ പുറത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്കും കൂടി ഒത്തതാണോ, അത് നമ്മുടെ കുക്കിൽ ഒതുങ്ങിയതാണോ എന്നറിഞ്ഞിട്ട് വേണം ഇതിനൊക്കെ നിൽക്കാൻ. പൊതുവെ പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് നേരിടേണ്ട കാര്യങ്ങൾ എന്താ ചോദിച്ചാൽ, അവിഹിതം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കേസുമായിട്ട് ഇവൻ കണ്ടുപിടിച്ചു എന്ന്. ഒരുപക്ഷെ ഈ കുട്ടി മരിക്കാതെ ഇതൊക്കെ സമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീട്ടുകാരായാലും സമൂഹമായാലും എല്ലാം ഒറ്റ നോട്ടം നോക്കുന്നത് പെണ്ണിലേക്കായിരിക്കും. കാരണം തീർച്ചയായിട്ടും അവളുടെ അടുത്ത് തെറ്റുണ്ടാകും കൊണ്ടാണ് അവൻ ഒഴിവാക്കിയത് എന്നുള്ളതാവും. അപ്പം ഇത്തരം പരിഹാസങ്ങൾക്കൊന്നും അവൾ നിന്ന് കൊടുക്കാണ്ട് അവൾ സ്വയം ചിന്തിച്ച് അവൾ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് സ്വയം ഇല്ലാതെയായി. എന്നിട്ടും ആ ഉമ്മായുടെയും വാപ്പായുടെയും കാര്യം ഓർത്ത് അവൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടെന്നാ പറയുക. ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവരെന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കാണാൻ അവർക്ക് കാറുണ്ടാവും, വീടുണ്ടാവും, നല്ല ജോബ് ഉണ്ടാവും, ഗൾഫിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം UK എവിടെ ആയിക്കോട്ടെ അവരുടെ ജീവിതശൈലിയും സെറ്റപ്പും എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ നിഴല് പോലെ നമ്മൾ ഒരു ദിവസം അവരുടെ കൂടെ നടന്നാലേ അവരുടെ തനി സ്വഭാവം അറിയൂ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളെ കൊടുക്കുന്നവരെ കുറിച്ചിട്ടെങ്കിലും ആഴത്തിലൊന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക. ഈ പ്രണയ വിവാഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടായത്. ഇപ്പോൾ 2024 ഒരു പ്രേമിച്ച് കെട്ടിയതാണ് ഇവർ. ഈ കുട്ടിയുടെ അവസ്ഥ എന്താ അറിയൂ? 10 വർഷത്തെ പ്രണയ ഇവര് കോടികളുടെ സ്ത്രീധനങ്ങൾ കൊടുത്തിരിക്കണു. എന്തിന്? ഈ പ്രണയം ഒന്നിച്ച് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്. വീട്, 50 പവന്, കാറ്, 2 ബൈക്ക്, ഇതെല്ലാം കൊടുത്തു. ഒടുവിൽ ആ വീട്ടുകാർക്ക് കിട്ടിയത് ഒറ്റ ഫോൺ കോളാ, നിങ്ങളുടെ മോള് തൂങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുന്ന ചെക്കനായാലും പെണ്ണായാലും അത് എങ്ങനെയെന്നുള്ളതൊന്നും നമുക്ക് മുൻകൂട്ടി നമുക്കൊരിക്കും ഗസ് ചെയ്യാനോ വിധി എഴുതാനോ പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് ചാൻസുകൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ കല്യാണങ്ങളൊന്നും നടക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ആളെ കെട്ടിയേ പറ്റൂ. പക്ഷെ ഇന്ന് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. എന്നിട്ടും ഇങ്ങനത്തിലൊക്കെ പോയി ചാടുക എന്ന് പറയുന്നത് വലിയ സങ്കടം. ജീവിതം പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 20ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് എന്താ പറയുക, ജീവിതത്തെക്കുറിച്ചിട്ടും ഒരു പങ്കാളിയെക്കുറിച്ചിട്ടും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും കറക്റ്റ് എല്ലാ പ്ലാനും വെച്ച് ജീവിതത്തിലേക്ക് പടി ചവിട്ടിയപ്പോഴത്തേക്കും മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന പെണ്ണാണ് ഈ റിസ.
ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം, അതൊന്നും നിങ്ങൾ കേട്ടു നോക്കി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ പോയിക്കാനത് എൻ്റെ ഉപ്പാടത്തിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. സത്യം പറഞ്ഞാൽ അത്രയും കരള അലിയിപ്പിക്കുന്ന വോയിസാണത്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവൻ അങ്ങനെ സുഖമായി ജീവിക്കരുത്, കാരണം ഞാൻ അത്രക്ക് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ റിസന്നെ പറയുന്ന വോയിസാണത്. ഞാൻ പോയിക്കാനത് എൻ്റെ ഉപ്പാടത്തിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. കേട്ടോ നിങ്ങള്? ആ വാക്ക് തന്നെ ഇടർന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയാ, ചങ്ക് കത്തുന്നു. എത്ര പൂതിപ്പെട്ടിട്ടുണ്ടാവും ഈ ലോകത്തൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ മണ്ഡപത്തിലേക്ക് ആ കുട്ടി കയറിയിട്ടുണ്ടാകുക. ആ കുട്ടിക്ക് അതിൻ്റെ ഉമ്മാനോട് പറഞ്ഞാൽ മതി. ഒരു കാരണമില്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം മകളെ പിടിച്ച് വലിച്ചും കൊണ്ട് പോരും. എന്തിനെ? അവരെ വേറെ താമസിപ്പിക്കാനും. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്രയോ അമ്മായിമാരെ കാരണം, അതായത് പെൺകുട്ടികളുടെ ഉമ്മാരുടെ കാരണം കൊണ്ട് തന്നെ പല പെൺകുട്ടികളുടെ ജീവിതം ഇന്ന് എന്താ പറയുക, വാലും തലയില്ലാത്ത ജീവിതമാണ്. പക്ഷേ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല. ആ ഉമ്മാനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഉമ്മ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെ പറയുന്നത്, മക്കൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ച് അത്യാവശ്യം ലെവലിലായി കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാവുന്നു. ഈ കുട്ടിയുടെ സത്യം പറഞ്ഞാൽ പ്രായം കൂടി തികയുന്നതിൻ്റെ മുമ്പാത്രേ ഇവളെ കെട്ടിച്ച് വിട്ടിട്ടുള്ളത്. എന്താണ് പറയുക, 20 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിയമപ്രകാരം 21ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ കല്യാണം തന്നെ പിന്നെ അലൗഡ് ഉള്ളൂ. ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 21 വയസ്സ് മിനിമം ആവണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇത്ര ഓൻ്റെ കാറും ഓൻ്റെ വീടും ഓൻ്റെ മറ്റേ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടീനെ അങ്ങോട്ട് തള്ളി വിട്ടത്. പിന്നെ ഇപ്പോൾ ആ ഉമ്മനെ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളോടൊന്ന് പറയായിരുന്നു. ആ വോയിസ് ഒന്ന് കേട്ടോക്കെ. ഒരു വാക്കിങ്ങനെ മോളിങ്ങനെ വിഷമം പറഞ്ഞെങ്കിൽ അതിന് ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മോളെ അവളെ വിഷമോളെ ചങ്ങാഴ്ചകളോട് പറഞ്ഞെങ്കിൽ ആ ചങ്ങാഴ്ചകൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറയില്ലേനു. ഞാൻ അവളെ ശ്രദ്ധിക്കുവേനു. ആ ജീവിതം ഇനി വേണ്ടാന്ന് വെക്കും എൻ്റെ മോൾ. പക്ഷെ എൻ്റെ മോള് ഞങ്ങളെ രണ്ടാളെ വിഷമം കണ്ടിട്ട് നമ്മളെ മോൾ പറഞ്ഞില്ല. അത്രയും സഹിച്ച് നിന്ന മോളാണ്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ ഓനിക്ക് എന്തായാലും കൊടുക്കണം. ഓള് പറഞ്ഞ രീതിയിൽ തന്നെ ഓനെ നടത്തണം. ഇനി എന്ത് ശിക്ഷ കൊടുത്തിട്ട് എന്താ ഉമ്മ കാര്യം? അതിൻ്റെ ടൈം കഴിഞ്ഞു. കാരണം ഇപ്പം ഉമ്മ പറയണേലും കാര്യമുണ്ട്, ഉമ്മാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ ഫ്രണ്ട്സിനോട് ഇത് പറഞ്ഞ സമയത്ത് ആ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ എന്നോട് വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം വേണ്ടാന്ന് വെക്കുമായിരുന്നു എന്ന് ആ ഉമ്മ ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ സമയത്ത് ഇത് എങ്ങനെയാണ് ആ ഉമ്മ പ്രതികരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ആ ഉമ്മയെയും ഉപ്പയെയും പിന്നെ റിസക്കൊരിക്കലും വേദനിപ്പിക്കാം മനസ്സ് വന്നില്ല എന്നുള്ളതാണ് ഈ മരണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ റിസന്നെ പറയുന്നൊരു വാക്കുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോക്കെ. ഓരോന്ന് പറഞ്ഞ് പൊഴപ്പിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്തേ ഉപ്പയും എന്നെ പഠിക്കുക വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓനെന്നെ പറ്റി കുറ്റം പറഞ്ഞു. ഉപ്പാനും മടി മനസ്സിലേറെ എന്നെ പഠിക്കാക്കും. നീ അങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ എന്തായാലും പലർത്ത് പറഞ്ഞു കൊടുക്കണം. എന്റെ റൂമില് ആച്ചിന്റെ ഡ്രസ് വെക്കുന്നതിന്റെ താഴെ കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിന്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ ഉണ്ട്. അതില് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് നീ നോക്കോ, ഞാൻ മരിച്ചു ഓൻ്റെ ഉപ്പ കരയൂല. കൊറേ ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എന്റെ ഉപ്പയും കരയൂല. ഉപ്പയും ആയാലും ഓൻ്റെ വാക്കുകൂടി കണ്ണീരാക്കിയാലും മൊബൈൽ എനിക്ക് വേണ്ടി കരയൂല. പകല് വന്നേക്കുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ടെന്നിട്ട് എന്തിനാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു തീരണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും മനസ്സ് വേദനിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. കട്ടിലിൻ്റെ അടിയിൽ ഞാൻ ഒരു കവർ വെച്ചിട്ടുണ്ട്. ആ കവറിനകത്ത് ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ എടുത്ത് എൻ്റെ ഉപ്പാക്ക് കൊടുക്കണമെന്ന്. അതിൽ അവൾ വിശദമായിട്ട് അവളുടെ കാര്യങ്ങളും സങ്കടങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ അവൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ആ കുട്ടി മരിക്കാതെയാണ് പിന്നെ ഈ സങ്കടങ്ങൾ പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ എത്രത്തോളം വിശ്വസിക്കും, ആരൊക്കെ വിശ്വസിക്കും എന്നുള്ളതിന് ഒരു ധാരണ ഇപ്പോഴേ ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനും തെളിവടക്കം വെച്ചിട്ട് അവൾ ഇന്ന് പോയിട്ടുള്ളത്. അവൾ തന്നെ പറയുന്നുണ്ട്, കുടിച്ചു വന്നിട്ടും അല്ലാണ്ട് ഈ മുഖിനെ നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്.
അപ്പോൾ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പറയണം. എൻ്റെ കാര്യത്തിൽ അവർ വിഷമിക്കുകയാണെങ്കിൽ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കൂട്ടുകാരിനോട് പറയാണ്. പക്ഷെ ഈ കൂട്ടുകാരിനോട് എനിക്ക് ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് അറിയിക്കായിരുന്നു. നീ ഇത്ര അവളെ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടാണ്, വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നിനക്ക് ജസ്റ്റ് ഒന്ന് അറിയിക്കായിരുന്നു. അതല്ലെങ്കിൽ നിനക്കെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു വീഡിയോ കാണിച്ചു തന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്കുമെന്ന്. അപ്പം ഞാൻ കണ്ടു നോക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരുത്തം ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, മുഖമൊക്കെ വീങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇതിൻ്റെ സ്വന്തം ഭർത്താവ് അവളെ തല്ലണത് അവൾ ക്യാമറ വെച്ചിട്ട് പിടിച്ചിട്ട് എനിക്ക് വിട്ടുതന്നതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കേസ് കൊടുക്കുക, നല്ലൊരു എവിഡൻസാണ്. ഒരു കാലത്തും അവൻ പുറത്തിറങ്ങൂല, സമൂഹത്തിൻ്റെ മുമ്പിൽ അവനെ വലിച്ചു കയറണം, അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. പക്ഷെ ആദ്യം ഇത് പോലീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഈ വിഷ്വൽ എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുക, എന്നാലേ പിന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആ പെണ്ണിനോട് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് എന്താ പറഞ്ഞറിയോ, വേണ്ട, ഒരിക്കലും ഇത് ആരും അറിയരുത്. കാരണം എന്താ അറിയോ, ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. എനിക്കിപ്പോൾ എൻ്റെ വീട്ടുകാരടുത്ത് പോലും പോയി ഇത് പറയാൻ പറ്റൂല, ഞാൻ സഹിച്ചേ പറ്റൂ, ഞാനായി എടുത്ത തീരുമാനമാണിത്, അതുകൊണ്ട് എനിക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഒരിക്കലും അവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരനാക്കണ്ട. പിന്നെ ഞാനിപ്പോൾ ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും റിയാക്ട് ചെയ്താലോ പ്രതികരിച്ചാലോ നാളെ അവൻ എന്നെയാണ് പുറത്താക്കും. അവൻ്റെ ആവശ്യവും ഞാൻ പോകണം തന്നെയാണ്. പക്ഷെ എനിക്ക് അവനെ പിരിഞ്ഞൊരിക്കലും ഒരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയൂല. എൻ്റെ ലൈഫിൽ ഇനി ആരും വേറെ ഇല്ലേനും. അതുകൊണ്ട് നിങ്ങളിതാരും പുറത്തൊന്നും ഇതാകണ്ട. ഞാൻ അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയ അക്കാലത്ത് നിങ്ങൾ ഇതൊന്ന് പറയണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആക്കിയിട്ട് വിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വന്തം അല്ലെങ്കിൽ കൂടി അവൻ്റെ ഒരു സിസ്റ്ററായിട്ട് തന്നെ വരുന്നത്. അപ്പം ഞാൻ അത് കണ്ടു, ഞാൻ പറഞ്ഞു ഈ കളി നല്ല കളിയല്ല എന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചതാ, അവൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക, അവൾ പറയുന്നത് 2 ദിവസം കഴിഞ്ഞാൽ അവർ മിണ്ടുന്ന, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ ഇത്രയും എന്താ പറയുക ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ റീസൺ കേട്ടപ്പോഴാണ് ഞാൻ ആകെ നെട്ടിയത്. മറ്റുള്ള പെണ്ണുങ്ങളോട് ഇവനിക്ക് അവിഹിതമുണ്ട്, അത് ഇവള് കണ്ണോണ്ട് കണ്ടു, അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് അവിടുന്ന് അങ്ങോട്ട് ഡെയിലി ഈ പെണ്ണിനെ അടിയന്നെ ഇതുപോലെയുള്ള നിരവധി വീഡിയോസും മുമ്പും 1 ടൈം ആയിട്ട് വരെ ഇവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഈ അവളുടെ ബുദ്ധിക്ക് നിൽക്കണ്ട, ജസ്റ്റ് അവളുടെ വീട്ടുകാരത്തെങ്കിലും ഈ വിവരം ഇങ്ങനെയാണ്, നിങ്ങളെ പേടിച്ചിട്ടാണ് അവളിത് പറയാത്തതെന്നുള്ളതെന്ന്. അപ്പം അതിനും ഈ കുട്ടി സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ അവളുടെ ജീവൻ കളയുമെന്നാണ് പറയുന്നത്. ഓരോ കേസുകളും ഓരോ മനുഷ്യർ ജീവിക്കുന്ന രീതിയും നമുക്ക് ആലോചിച്ചാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ്. എന്തായാലും നമ്മളൊക്കെ പെൺമക്കളെ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള കാട്ടാളന്മാർക്ക് വിട്ട് കൊടുക്കരുത്. മാക്സിമം അത്തരം കാര്യങ്ങളിലേലും ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് അവർ പ്രേമിച്ചത് മുഴുവൻ സക്സസ് ആവണമെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക കാണിച്ചു കൊടുക്കുന്നവനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നൊന്നും പറയില്ല. അറ്റ്ലീസ്റ്റ് അവർ ജീവിക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവർക്കൊരു തീരുമാനം ഇതിലെടുക്കാനുണ്ട് എന്ന് നിങ്ങൾ അവരെ ബോധിപ്പിക്കുകയെങ്കിലും ചെയ്യണം. എങ്ങനെ, നീ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിന് ഞങ്ങൾ സമ്മതിക്കൂ എന്ന് അവരെ ബോധിപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരെ തള്ളിക്കയറ്റി വിടാൻ. അപ്പോൾ അത്തരത്തിലുള്ള ജീവിതങ്ങളിലൊന്നും പോയി പെടാതിരിക്കട്ടെ നമ്മളെ മക്കൾ. അത് ഇപ്പോഴത്തെ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനില്ലാണ്ടേ ആകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണോ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.